ദൈവാത്മ ഇല്ലെന്നുള്ളതല്ല, ഇല്ലെന്ന് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അതെങ്ങനെ അറിയാം? എനിക്കറിയാം ഇല്ലാത്തതാണ്. അതിന് താങ്കൾ ഡെഫിനിഷൻ പറയൂ. ഇല്ലാത്തതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തതെന്ന് ചുമ്മാ പ്രപഞ്ചം എങ്ങനെ ഉള്ളതാണ്. സമ്മതിക്കാൻ പറയും? ഉള്ള പ്രപഞ്ചത്തിനെ ഉണ്ടാക്കാൻ ഒരാളെ ആവശ്യമില്ല. ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരാളെ ആവശ്യമില്ല. പ്രപഞ്ചം ഉള്ളതാണ്. പ്രപഞ്ചം ഉള്ളതാണ്. ഉള്ള പ്രപഞ്ചത്തിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഉണ്ടാക്കിയ ഒരാളില്ല. ഉണ്ടാക്കാൻ അതാണ് ഈ ബുദ്ധിയില്ലാത്ത പറച്ചിൽ പറയുന്നെന്ന് പറഞ്ഞ ഉള്ളതിനെ ഉണ്ടാക്കാൻ ഭൂമി ഉണ്ടായതാന്ന് ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു പറയുന്നത് ശാസ്ത്രജ്ഞന്മാരാണോ ഇത് ഉണ്ടാക്കിയത്? ഭൂമിയല്ല അത് ഉണ്ടാക്കുക. ഭൂമിയല്ല, ലോകത്തുള്ള എല്ലാ സാധനവും ഉള്ളതാണ്. ഉള്ളത് മാറുന്നതാണ്. മാറുന്ന പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇടുന്ന അടയാളങ്ങളെയാണ് നമ്മൾ തുടക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഇന്നിപ്പോ താങ്കളെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന വഴിക്ക് ജസ്റ്റ് ഒരു അപകടം ചെറുതായിട്ടൊന്ന് വണ്ടി ഇടിക്കാനായിട്ട് പോയി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. താങ്കൾ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് എനിക്ക് കൃത്യസമയത്ത് ഇവിടെ എത്താൻ പറ്റുന്നു. അപ്പോൾ അതൊരു ദൈവവിശ്വാസമാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ താങ്കൾ അതിനെങ്ങനെ താങ്കൾ കണ്ണിക്കും? ഞാൻ കണ്ടിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അല്ല, ദൈവം ഇല്ലെന്നല്ലേ താങ്കൾ? എനിക്കറിയാം. ഇനി നിങ്ങളുമായിട്ട് എനിക്ക് എന്ത് കാര്യമാണ്? നിങ്ങൾ ദൈവത്തിൽ താങ്കളോട് സംസാരിക്കുന്നല്ലോ, ഇന്റർവ്യൂവർ അല്ലേ? എനിക്കൊരു താല്പര്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ പറയുന്നു കേട്ടോണ്ടിരിക്കും.